കണ്ടാൽ മതി. ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി. പരനോട് കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. ഒരിക്കൽ പാപാന്ധകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നും, ഒരിക്കൽ പാപാന്ധകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നും, ഉയർത്തിയെന്നോളമെന്നെ നിർത്തിയവൻ, ഉയർത്തിയെന്നോളമെന്നെ നിർത്തിയവൻ, ഉറപ്പുള്ള പാറയാകും ക്രിസ്തയേശുവിൽ, ഉറപ്പുള്ള പാറയാകും ക്രിസ്തയേശുവിൽ. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. ഇവിടെ ഞാൻ വെറുമൊരു പരദേശിപ്പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശിപ്പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, ഇണയാകുമേശുവോടു ചേർന്നാൽ മതി. ഇണയാകുമേശുവോടു ചേർന്നാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതിൽ,
പരൻ ശില്പിയായി പണിത നഗരമതിൽ പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായസുഖം വിട്ടാൽ മതി. നൂറ്റി 25-ാം സങ്കീർത്തനം വായിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. യഹോവേ, ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ. എന്നാൽ വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവർത്തിക്കാരോട് കൂടെ പോകുമാറാകട്ടെ. ഇസ്രായേൽ മേൽ സമാധാനം വരുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ദൈവമേ, ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വിശ്രമിച്ചു. പ്രഭാതയാമത്തിൽ എഴുന്നേൽപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായ സ്തോത്രം. കഴിഞ്ഞ രാത്രി കണ്ടവർ എത്രയോ പേർ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഈ പ്രഭാതം കാണുവാൻ കഴിയാതെ വണ്ണം ദൈവമേ, നീ ഞങ്ങൾക്ക് തന്ന നല്ല ആയുസ്സിനായി, ആരോഗ്യത്തിനായി, നല്ല പ്രഭാതത്തിനായി, നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എത്രയോ ഭവനങ്ങളിൽ നിരാശയുടെ വക്കിലേക്ക് ഇറങ്ങിയപ്പോൾ നിലവിളിയും കർത്താവേ ഒക്കെ ഉയർന്നപ്പോൾ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന സമാധാനത്തിനായി, സൗഖ്യത്തിനായി, ആരോഗ്യത്തിനായി എല്ലാം കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് പകലിൽ നിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുനാമ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം ദാനം തരണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഭക്ഷിപ്പാൻ ഭക്ഷണവും, ധരിപ്പാൻ വസ്ത്രവും, ജീവിപ്പാൻ ആവശ്യമായ സ്വർഗീയ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ദൈവം ഈ പകലിൽ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങൾ പാർക്കുന്ന ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേശനിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അയൽഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അയൽഭവനങ്ങളിലെല്ലാ പ്രിയപ്പെട്ടവരെയും രക്തത്താൽ ദൈവമുദ്രയിട്ട് പരിപാലിക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മുഖത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. കർത്താവെ, ആരും രോഗികളായി ഭാരപ്പെടുവാൻ അനുവദിക്കരുത്, ദുഃഖിതരായി തീരുവാൻ അനുവദിക്കരുത്. കർത്താവെ, ഇന്ന് പകലിൽ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കായി, സഹോദരി സഹോദരന്മാർക്കായി, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. ഇന്ന് പകലിൽ ജീവിപ്പാൻ ആവശ്യമായ സ്വർഗത്തിലെ കൃപ എല്ലാവരുടെ മേലും ദൈവം പകരണമേ. വാഹനം ഓടിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പകലിൽ കർത്താവെ, വാഹനവുമായി ഒരു വീതിയിൽ സഞ്ചരിക്കുമ്പോൾ, വിവിധ ആവശ്യങ്ങൾക്ക് കടന്നു പോകുമ്പോൾ ദൈവമേ, വിരിക്കപ്പെട്ട ചിറകിൻ്റെ കീഴിൽ അവരെയൊക്കെ സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. വിശേഷാൽ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ,
കർത്താവെ, വഷളത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ തലമുറയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുമ്പോൾ ദൈവമേ, വിരിക്കപ്പെട്ട ചിറകിൻ്റെ കീഴിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവെ, ദൈവത്തെ വിട്ടിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ അനുവദിക്കാതെ വേണം ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ. ഈ പ്രഭാതത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവമേ തൃക്കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം, ദൈവത്തിൻ്റെ മഹാകൃപ കൂടെ ഇരിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ. വിശേഷാൽ പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ കുഞ്ഞുങ്ങളിലും വിശേഷ കൃപയാൽ അവരെ നിറയ്ക്കണമേ. ദൈവമേ, അവർ പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കണമേ. നന്നായി പരീക്ഷ എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കി നല്ല ഭാവി അവർക്കുണ്ടാകുവാൻ ദൈവം ഇടയാക്കണമേ. അവർ ക്രിസ്തുവിൽ എല്ലാവരും പ്രസിദ്ധരായി തീരുവാൻ ഇടയാക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളരുവാൻ ഇടയാക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ ദൈവത്തിൻ്റെ മുറിഞ്ഞ കരത്തിലേക്ക് പ്രാരംഭത്തിൽ ഈ പ്രഭാതത്തിൽ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ സമൂഹത്തിന്, സഭകൾക്ക്, ഞങ്ങളുടെ ഭവനങ്ങൾക്ക്, ഞങ്ങളുടെ ദേശങ്ങൾക്കൊക്കെ മാതൃകയുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളരുവാൻ ഇടയാക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. കർത്താവ്, രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ഞങ്ങളറിഞ്ഞും അറിയാതെയും രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. ഈ പ്രഭാതത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സൗഖ്യത്തിൻ്റെ കരം അവരുടെ മേൽ വെക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ പ്രഭാതത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ എവിടെയായിരുന്നാലും വലിയ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ രോഗമുള്ള ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വെളിപ്പെട്ടിറങ്ങണമേ. ദൈവമേ, അവർക്ക് സൗഖ്യം ദൈവം കൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിനെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യമായെന്ന് ഞങ്ങൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നു. ഞങ്ങളങ്ങനെ ഗ്രഹിക്കുന്നു കർത്താവേ. അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് കർത്താവേ അവരെ തൊടുമാറാകണമേ. അവർ ഏത് രോഗമായിരുന്നാലും കർത്താവേ, സൗഖ്യത്തിൻ്റെ കരം അവർക്ക് വേണ്ടി നീട്ടണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. രോഗികളെ ദൈവം സൗഖ്യമാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വിവിധ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് കർത്താവേ. അവരെയൊക്കെ ദൈവം സൗഖ്യമാക്കണമേ. അവരുടെ മനസ്സിനെ ബലപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കൃപയിൽ എല്ലാവരെയും പൊതിയണമേ. വിശേഷാൽ കർത്താവ് തിരുനാമ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ. അവർ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ വാഹനത്തിന് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യമുണ്ടാകണമേ. അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ കയറുന്ന എല്ലാ മീറ്റിങ്ങുകളിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കൃപയിൽ ഞങ്ങളെല്ലാവരെയും പൊതിയണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ജീവിപ്പാനാവശ്യമായ എല്ലാ കൃപകളും ദൈവം ഉയരത്തുന്ന ദാനം തരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ അനിഷ്ട സംഭവങ്ങളിൽ നിന്നൊക്കെ വിടുവിക്കണമേ. ദുർമരണങ്ങളിൽ നിന്ന് വിടുവിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ദൈവദാസന്മാരെയും ഞങ്ങളുടെ സ്നേഹിതരെയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാവരിലും ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം നിൽക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.